നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിൻ്റെ കല്ലറയ്ക്ക് കാവൽ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 62 മുതൽ 66 വരെ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നുകൂടി, യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വരുന്നു. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവീൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്രവെച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. കർത്താവായ യേശുക്രിസ്തു പല പ്രാവശ്യം ശിഷ്യന്മാരോടും ജനത്തോടും പറഞ്ഞിരുന്നു, ഞാൻ ഉയർത്തെഴുന്നേൽക്കും, അതും 3-ാം ദിവസം. യോനയുടെ അടയാളമല്ലാതെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ ഞാനും ഇരിക്കും. അതുപോലെ യേശു പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 നാൾ കൊണ്ട് അതിനെ പണിയാം. എൻ്റെ ശരീരം ദേവാലയമാണ്, ദൈവം എന്നിലാണ് വസിക്കുന്നത് എന്നുള്ളത് ഞാൻ തെളിയിക്കാം. നിങ്ങൾ എന്നെ കൊന്നാൽ 3 ദിവസം കൊണ്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് യേശു പറഞ്ഞിരുന്നു. ഇത് യേശുവിൻ്റെ ശിഷ്യന്മാർ മറന്നുപോയി. പക്ഷേ യേശുവിൻ്റെ ശിക്ഷ നടപ്പാക്കിയ ആളുകൾ ഓർത്തു. അവർ പീലാത്തോസിൻ്റെ അടുക്ക വന്നു പറഞ്ഞു, ആ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിരുന്നു. പീലാത്തോസ് പല പ്രാവശ്യം അവൻ നീതിമാനാണ്, നീതിമാനാണ്, നീതിമാനാണെന്ന് ആവർത്തിച്ച് പറഞ്ഞതാണ്. ആ പീലാത്തോസിൻ്റെ അടുക്കൽ ഇവർ ചെന്ന് പറയുകയാണ്, ആ ചതിവൻ. പക്ഷെ പീലാത്തോസ് തിരുത്തിയില്ല. കാരണം മരിച്ചവരെ ഉയർപ്പിച്ച യേശു തീർച്ചയായിട്ടും രക്ഷപ്പെടുമെന്നായിരിക്കാം പീലാത്തോസ് വിചാരിച്ചിരുന്നത്. അങ്ങനെയല്ലല്ലോ ഇപ്പം സംഭവിച്ചത്. മരിച്ചല്ലോ, ആ ശരീരം ഞങ്ങളെടുത്ത് അടക്കിക്കോട്ടെ എന്ന് യോസേഫും നിക്കോദിമോസും ചെന്ന് ചോദിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന ആശ്ചര്യത്തോടെ പീലാത്തോസ് ചോദിക്കാനും കാരണം അവൻ രക്ഷപ്പെട്ടില്ലല്ലോ എന്നുള്ളതാണ്. കാരണം മരിച്ച ലാസറിനെ ഉയർപ്പിച്ച കാര്യം പീലാത്തോസിന് അറിയാം. യായിറോസിന് മകളെ ഉയർപ്പിച്ച കാര്യം അദ്ദേഹം കേട്ടിട്ടുണ്ടാകാം. നെയ്യമ്പട്ടണത്തെ വിധവയുടെ മകനെ ഉയർപ്പിച്ച കാര്യം അവൻ കേട്ടിട്ടുണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും ഞാനെങ്ങനെ വിധിച്ചാലും, മനസ്സില്ലാ മനസ്സോടെയാണല്ലോ അദ്ദേഹം വിധിച്ചാലും യേശു രക്ഷപ്പെടും എന്ന് അദ്ദേഹം വിചാരിച്ചു കാണും. പീലാത്തോസ് ഒരു യഹൂദൻ അല്ല എങ്കിലും അദ്ദേഹം ഇതിനോടൊക്കെ യഹൂദന്മാരുടെ ചരിത്രമൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. പണ്ട് സിംഹ ഗുഹയിൽ നിന്ന് ദാനിയേൽ രക്ഷിച്ച കാര്യം, തീയിൽ നിന്ന് ചന്ദ്രക്ക് മേശക അഭേദരൂപിനെ രക്ഷിച്ച കാര്യമൊക്കെ അദ്ദേഹം ഇതിനോടൊക്കെ കേട്ടിട്ടുണ്ടാകും. കാരണം ബൈബിളിൻ്റെ ചില അറ്റവും മുറിയൊക്കെ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം വെള്ളമെടുത്ത് കൈയൊക്കെ കഴുകിയിട്ട് ഈ നീതിമാൻ്റെ അടുത്ത് എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞത്. അത് ബൈബിളിലെ ഒരു കാര്യമാണ്. കാരണം പട്ടണത്തിൽ ഒരു ശവം കണ്ടാൽ തൊട്ടടുത്തുള്ള ആളുകളെ വിളിച്ചിട്ട് ഒരു ചുവന്ന പശുക്കിടാവിനെ കൊണ്ടുവന്നിട്ട് വെള്ളം എടുത്ത് ഈ പശുക്കിടാവിൻ്റെ മേൽ കഴുകി ഒഴിച്ചുകൊണ്ട് പറയണം, ഈ നീതിമാൻ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന്. അപ്പം ഇതൊക്കെ പീലാത്തോസ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ബൈബിൾ അദ്ദേഹം കുറേയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം യേശു രക്ഷപ്പെടുമെന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. യേശു നീതിമാനാണ്, പാപമില്ലാത്തവനാണ്, രക്ഷപ്പെടും എന്ന് അദ്ദേഹം വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ ചിന്താഗതി മാറി. പിന്നെ ആരെങ്കിലും എടുത്ത് അടക്കുകയോ എന്താണെന്നാ ചെയ്തു. അതുകൊണ്ടാണ് യോസേപ്പിന് ശവമെടുത്ത് അടക്കാൻ അനുമതി നൽകിയത്. ഇപ്പോൾ ആളുകൾ വന്നിട്ട് അവൻ ചതിവനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പീലാത്തോസ് ഒരക്ഷരവും തിരിച്ച് ആ ന്യായാധിപൻ പറയാതിരുന്നത്
അത് ആണ്, ചതിവനായിരിക്കാം എന്ന് വിചാരിച്ചാണ്. അവരൊന്ന് പറഞ്ഞു, ആ ചതിവൻ ജീവിച്ചിരുന്നപ്പോൾ 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ രാത്രി വന്നിട്ട് അവൻ്റെ ശവം എടുത്തുകൊണ്ട് പോകും, എന്നിട്ട് ഉയർത്തുമെന്ന് അവർ പറഞ്ഞു കിടക്കും. അപ്പോൾ ഇപ്പോഴത്തെ ചതിവ് ആദ്യത്തേതിലും വളരെ കൂടുതലാകാനിടയാവും. അതുകൊണ്ട് ആ കല്ലറ ഉറപ്പാക്കണം. പീലാത്തോസ് പറഞ്ഞു, കാവൽ പട്ടാളത്തെ തരാം, എത്ര പട്ടാളത്തെ വേണമെന്ന് തരാം, അവർ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കട്ടെ, കാരണം ആ ശിഷ്യന്മാർ വന്ന് ശവം എടുത്തുകൊണ്ട് പോകാതിരിക്കണം. ഞാൻ തരാം. പിന്നെ അത് മുദ്ര വയ്ക്കണോ? അതും വയ്ക്കാം. യോസേപ്പ് ഉരുട്ടി വെച്ച ആ കല്ലിന് മീതെ റോമ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൻ്റെ ആ മുദ്രകൾ പതിപ്പിച്ചു. എന്ന് മാത്രമല്ല, രാവും പകലും 3 ദിവസത്തേക്ക് കാവലാക്കി. കാരണം യേശു പറഞ്ഞത് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നാണ്. അതുകൊണ്ട് ആ 3 ദിവസത്തേക്ക് ശക്തമായ കാവൽ ഏർപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. ഇവിടെ നമുക്ക് രസകരമായ ഒരു കാര്യം, ജീവിച്ചിരുന്ന യേശുവിനേക്കാൾ മരിച്ച യേശുവിനെ അവർക്ക് ഭയമായിരുന്നു. അല്ലെങ്കിൽ ജീവിച്ചിരുന്ന യേശുവിനേക്കാൾ മരിച്ച യേശു ശക്തനായി. അതൊരു സത്യമാണ്. കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ വളരെ ചെറിയ സ്ഥലത്ത് മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഇന്ന് യേശുവിൻ്റെ സുവിശേഷം എത്താത്ത ഒരു സ്ഥലവുമില്ല. ആളുകൾക്ക് നേരിട്ട് ചെന്നിട്ട് സുവിശേഷം പറയാൻ പറ്റാത്ത സ്ഥലത്ത് TV വഴി, അതുപോലെ മൊബൈൽ വഴി, റേഡിയോ വഴി, സാഹിത്യ പ്രസിദ്ധീകരണങ്ങൾ വഴി യേശുവിനെ അറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊട്ടിയടയ്ക്കപ്പെട്ട സുവിശേഷത്തിനായി നിരോധനമൊക്കെയുള്ള പല രാജ്യത്തും നല്ല വിശ്വാസികളുണ്ട്. തങ്ങൾ ജനിച്ച് വളർത്തപ്പെട്ട ആ മത കർമ്മങ്ങൾ ആരെയും രക്ഷിക്കയില്ലെന്നും ദൈവത്തിൻ്റെ മനുഷ്യാവതാരം യേശുവാണ് രക്ഷിതാവെന്നും വിശ്വസിക്കുന്ന ആളുകൾ എല്ലാ രാജ്യത്തുമുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ജീവിച്ചിരുന്ന യേശുവിനേക്കാൾ മരിച്ച യേശു ശക്തനാണ് എന്നുള്ളത് സത്യമായിട്ട് തെളിയിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവർ കണ്ണിൽ എണ്ണയൊഴിച്ച് യേശു മോഷ്ടിക്കപ്പെടാതിരിക്കാൻ, യേശുവിൻ്റെ ശരീരം മോഷ്ടിക്കപ്പെടാതിരിക്കാൻ കാത്തിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ യേശു പറഞ്ഞതുപോലെ താൻ ചെയ്തു. യേശു പറഞ്ഞതുപോലെ താൻ ഉയർത്തെഴുന്നേറ്റു. കാരണം പിതാവായ ദൈവം എന്തെല്ലാം യേശുവിനെക്കുറിച്ച് മുൻനിർണയിച്ചോ അതെല്ലാം അക്കവും പുള്ളിയുമിട്ട് കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും നടക്കുകയും ചെയ്യും. ഈ യേശുവിനെ, ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായി യേശുവിനെ സ്നേഹിക്കുവാൻ, യേശുവിനായി ജീവിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.